ഉടുപ്പി മണിപ്പാൽ സ്വദേശി ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി എന്ന അനസ്തീഷ്യ ഡോക്ടർ ഭാര്യയെ അനസ്തീഷ്യ കൊടുത്ത് കൊന്നതായിട്ട് വാർത്ത വരുന്നുണ്ട്. 2025 ഏപ്രിൽ 23 ഈ മഹേന്ദ്ര റെഡ്ഡി ഡോക്ടറുടെ ഭാര്യ കൃതിക എന്ന ഡോക്ടർ മരണപ്പെട്ടത്. കൃതിക ത്വക്ക് രോഗ വിദഗ്ധയായ ഡോക്ടറാണ്. ഭർത്താവ് അനസ്തീഷ്യ ഡോക്ടറാണ്. ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി ഉടുപ്പി മണിപ്പാലുകാരനാണെങ്കിലും ഇവർ പ്രാക്ടീസ് ചെയ്യുന്നത് ബാംഗ്ലൂരും പരിസരത്തുമൊക്കെയാണെന്ന് തോന്നുന്നു. എന്തായാലും മഹേന്ദ്ര റെഡ്ഡി കൃതികയെ കല്യാണം കഴിക്കുമ്പോൾ അയാൾ ഇവരൊരു രോഗിയാണെന്നുള്ള വിവരം വീട്ടുകാർ മറച്ചു വെച്ചു എന്നുള്ള ആരോപണമുണ്ട്. അടുത്ത കാലത്താണ് ഇയാൾക്ക് മനസ്സിലായത് ഈ കൃതിക എന്ന് പറയുന്ന ഡോക്ടർ ത്വക്ക് രോഗ വിദഗ്ധയാണെങ്കിലും അവർക്ക് ചെറുപ്പം മുതലേ ചില അസുഖങ്ങളുണ്ടായിരുന്നു, മാരക രോഗമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ വിവരം വീട്ടുകാർ മറച്ചു വെച്ചു. അടുത്ത കാലത്താണ് ഇവർക്ക് കൂടെ അസുഖങ്ങൾ വന്നപ്പോഴാണ് ഡോക്ടർക്ക് ഇത് മനസ്സിലായത്. അന്ന് മുതൽ തന്നെ ചതിക്കുകയായിരുന്നു ഈ ത്വക്ക് രോഗ വിദഗ്ധ കൃതിക ഡോക്ടറും അവരുടെ വീട്ടുകാരും. ഇവളെ ഇനി തൻ്റെ കൂടെ നിർത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്ന് മനസ്സിൽ ഒരാശയം വന്നു. അതനുസരിച്ച് പതുക്കെ ഇയാൾ അവരെ കൊല്ലാനായിട്ട് തീരുമാനമെടുക്കുകയാണ്. അവരുടെ അസുഖത്തിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പം അവർക്കൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു. അതിന് അനസ്തീഷ്യ കൊടുത്തത് അല്പം ഡോസ് കൂട്ടിക്കൊടുത്തു. അനസ്തീഷ്യ സാധാരണഗതിയിൽ മേജർ ഓപ്പറേഷൻ നട്ടലിനാണ് അനസ്തീഷ്യ കൊടുക്കുക. പിന്നെ ലോക്കലായിട്ട് നമുക്ക് വല്ല ഇഞ്ചുറി ഉണ്ടാവുമോ സ്റ്റിച്ച് ഇടേണ്ടി വരുമ്പം ലോക്കലായിട്ടും അനസ്തീഷ്യ നൽകും. ഇവർക്ക് ഓപ്പറേഷൻ സമയത്ത് ഇയാൾ അനസ്തീഷ്യ കൂട്ടിക്കൊടുത്തു. അതിനുശേഷം ഇവരെ പെട്ടെന്ന് അവർ വളരെ അവശ്യ നിലയിൽ കാണപ്പെട്ടു. അവരെ പെട്ടെന്ന് അവരുടെ മാതാപിതാക്കളെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. അവിടെ കൊണ്ടുവന്ന് ഒരു ദിവസം കഴിഞ്ഞപ്പം ഇയാൾ കണക്കൂട്ടലായിരിക്കാം അവർ മരിച്ചില്ല. അവരെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് വീണ്ടും ഡോസ് കൂട്ടിക്കൊടുത്തു എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. അവിടെ കൃതിക വന്നപ്പം കുത്തിവെച്ചെടുത്ത് പല സ്ഥലത്തും വേദനയുണ്ട് എന്ന് പറഞ്ഞു. വേദനയുള്ളിടത്ത് സാധാരണഗതിയിൽ ലോക്കൽ അനസ്തീഷ്യ കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അതിന് കുത്തിവയ്പ്പ് കൊടുക്കാം. അങ്ങനെ അത് സാരമില്ല, ആ വേദന മാറിക്കൊള്ളും, മരുന്ന് തരാം എന്ന് പറഞ്ഞ് ഇയാൾ വീണ്ടും അനസ്തീഷ്യ കുത്തിവെച്ച് അന്ന് വെളുപ്പിനെ അവർ മരണപ്പെട്ടു. ഇതിനെ സംബന്ധിക്കുന്ന പരാതികൾ പലതും പോലീസിലേക്ക് വന്നു. ഇവരൊരു രോഗിയായിരുന്നു, ഇയാൾ പലരിടത്തും പറഞ്ഞിരുന്നു തന്നെ ചതിച്ചു വീട്ടുകാർ എന്നൊക്കെ. പക്ഷേ അനസ്തീഷ്യ കൊടുത്ത് ഗ്രാജുവലായിട്ട് ഭാര്യയെ കൊന്നു കഴിഞ്ഞാൽ പിടിക്കപ്പെടില്ല എന്നാണ് അയാൾ കരുതിയത്. പക്ഷേ പോസ്റ്റ്മോർട്ടത്തിൽ ഓവർഡോസ് അനസ്തീഷ്യ കൊടുത്തുകൊണ്ടാണ് അവർ മരണമടഞ്ഞത് എന്ന് കണ്ടെത്തി. ഉടുപ്പി മണിപ്പാൽ സ്വദേശിയായ ഇയാളെ ബാംഗ്ലൂർ പോലീസ് ഇപ്പം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടുപേരും ഒരേ പ്രൊഫഷനിലാണ്, രണ്ടുപേരും ഡോക്ടേഴ്സാണ്. രണ്ടുപേരെയും ഒരു സത്യപ്രതിജ്ഞയുണ്ട്. ഡോക്ടറാവുമ്പം മനുഷ്യജീവനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തേണ്ട ജോലിയാണ് രണ്ടു കൂട്ടരും ചെയ്യുന്നത്. പക്ഷെ ഒരു ഡോക്ടർ തൻ്റെ ഭാര്യയ്ക്ക് അസുഖമുള്ള ഒരു ഭാര്യയാണെന്ന് അറിഞ്ഞപ്പോൾ അത് ട്രീറ്റ് ചെയ്ത് ഭേദമാക്കാതെ ആ പെൺകുട്ടിയെ പതുക്കെ അനസ്തീഷ്യ കൊടുത്തു അതിനെ കൊലപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു ഡോക്ടറായതിനുള്ള അയാളുടെ ധർമ്മത്തിന് വിരുദ്ധമായിട്ടാണ് അയാൾ ഇത് ചെയ്തത്. അതുതന്നെയല്ല, ഭാര്യയെ മരണത്തിലേക്ക് പതുക്കെ നയിക്കുന്നതാണ്. അവരെ പതുക്കെ മരണത്തിലേക്ക് ഇയാൾ വിളിച്ചുകൊണ്ട് പോയി എന്നാണ് മനസ്സിലാകുന്നത്. അവരുടെ മാതാപിതാക്കൾ അതിശക്തമായി ഇയാളുടെ പ്രവൃത്തിയിൽ അവർ എതിർത്തു. പോലീസിൽ പരാതിപ്പെട്ടു. തൻ്റെ മകളെ അയാൾ തീർച്ചയായിട്ടും കൊന്നതാണ്, അനസ്തീഷ്യ കൊടുത്ത് തന്നെയാണ് കൊന്നത്, പല ഇഞ്ചക്ഷനും അയാൾ നേരിട്ടെടുത്തു എന്നാണ് പറയുന്നത്. അനസ്തീഷ്യക്കാരൻ എന്തിനാണ് മറ്റൊരു ഫിസിഷ്യൻ്റെ
ഡോക്ടറെ ധർമ്മം അല്ല ആ ഡോക്ടർ പറയുന്ന അല്ലെങ്കിൽ അവരെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇയാൾ എക്സ്പെർട്ടായിരിക്കുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിരിക്കുന്നത് അനസ്തീഷ്യയിലാണ്. എങ്കിലും ആ കൃതിക എന്ന ആ സ്കിൻ ഡോക്ടർക്ക് മനസ്സിലായില്ല തൻ്റെ ഭർത്താവ് തന്നെ കൊല്ലാനാണ് അനസ്തീഷ്യ ക്രമേണ കുത്തുന്നതെന്ന്. എന്തായാലും അവരുടെ മരണം വളരെയധികം പ്രയാസം മാതാപിതാക്കൾക്ക് ഏൽപ്പിച്ചുകൊണ്ടാണ്. കാരണം ആ പെൺകുട്ടിയെ കൊന്നതാണ് എന്നാണ് മാതാപിതാക്കൾ തുടക്കം മുതലേ പറയുന്നത്. കാരണം അയാളുടെ സംസാരത്തിൽ കൂടെ വന്നു, മകൾക്ക് ഇങ്ങനെ അസുഖമുള്ളത് നിങ്ങൾ മനഃപൂർവ്വം മറച്ചു വച്ചില്ലേ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടായപ്പം ഇയാൾ വിളിച്ചു പറഞ്ഞതായിട്ട്. അന്ന് മുതലേ മാതാപിതാക്കൾക്ക് സംശയം. കാരണം ഇത്രയും ചെറുപ്പമുള്ള അയാൾക്കൊരു 32 വയസ്സേ ഉള്ളൂ, ഇവരും ചെറുപ്പക്കാരിയാണ്. തൻ്റെ മകള് ഇപ്പോഴേക്കും ഇങ്ങനെ ഒരു അസുഖം കൊണ്ട് പെട്ടെന്ന് മരിക്കാൻ സാധ്യതയില്ല എന്ന് മാതാപിതാക്കൾക്ക് അറിയാം. പക്ഷേ ഇയാൾ എന്തോ ചെയ്തതാണ് എന്ന് അവർ സംശയിച്ചു. ആ സംശയം കൃത്യമായിരുന്നു. കാരണം ബാംഗ്ലൂരിലെ അവിടുത്തെ പോസ്റ്റ്മോർട്ടത്തിലെ മരണകാരണം അനസ്തീഷ്യയാണെന്ന് കണ്ടെത്തി ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് ഡോക്ടർ. ഏതായാലും ഇതുപോലുള്ള സംഭവങ്ങൾ വീട്ടുകാർ അല്ലെങ്കിൽ മാതാപിതാക്കൾ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്തില്ലെങ്കിൽ ഇതുപോലുള്ള പല സംഭവങ്ങളും പല സ്ഥലത്തും ഉണ്ടാവും. അത് നമ്മൾ അറിയാതെ പോവും. നമ്മുടെ മക്കൾ മരണപ്പെട്ടു പോവും. മരണത്തിൻ്റെ കാരണം അത് അസുഖം മൂലമാണ് അല്ലേ അന്ന് നമ്മൾ നിശ്ചയിക്കും. പക്ഷേ അസുഖമായ മകളെ കുത്തിവെച്ച് അനസ്തീഷ്യ കുത്തിവെച്ച് കൊന്നുവെന്ന് പോസ്റ്റ്മോർട്ടത്തിലെ സത്യം വെളിവായതുകൊണ്ട് മാതാപിതാക്കൾ നീതി ലഭിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.